ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ജെനീസ് ടോക്സ്. ഞാൻ ജനീഷ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരു ഓൺലൈൻ ജോബിനെ പറ്റിയുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത ദിവസത്തിലായി നമ്മുടെ ഓൺലൈൻ ജോബുകളെ പറ്റിയുള്ള വീഡിയോകൾ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ജോബിനെ പറ്റിയുള്ള വീഡിയോ കണ്ടാണ്. ചെക്ക് ഇന്ത്യ എന്ന എൻ്റെ വീഡിയോ നിങ്ങൾ ഒരുപാട് പേർ കണ്ടു. ഒരുപാട് പേർ ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുകയും അതിൽ വിൻ ചെയ്യുകയും അതുപോലെ അവർക്കൊക്കെ സബ്ജക്റ്റ് എക്സ്പേർട്ടായിട്ട് ആ ജോലിയിൽ അവർ സെലക്ട് ആവുകയും ചെയ്തു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഇനിയും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോൻ്റെ താഴെ പോയി നോക്കാം. ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് പേർ അവർ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അവർ ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ടായിട്ട് സെലക്ട് ആയതിൻ്റെ സന്തോഷം അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു നല്ല ജോലി ആശംസിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ടീച്ചിങ് ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടത്തെ എങ്ങനെ നിങ്ങൾക്കൊരു പൈസയാക്കി മാറ്റാം എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകളുമായി ഞാൻ വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ സംശയം ഉണ്ടായേക്കുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ തരാൻ പോകുന്ന വെബ്സൈറ്റിലെ രജിസ്ട്രേഷൻ പ്രോസസ്സും അല്ലെങ്കിൽ അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സും വരുന്നത്. അതുപോലെ ചെക്കിൻ്റെ പോലെ അത്ര ഈസി അല്ലാത്ത ഒരു രീതിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്. പക്ഷേ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആണെങ്കിൽ, നിങ്ങളുടെ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ഈ സെലക്ഷൻ പ്രോസസ്സിലും നിങ്ങൾക്ക് കഴിച്ചിലാവാവുന്നതാണ്. അതുമാത്രമല്ല, 1 മണിക്കൂർ നിങ്ങൾ ഒരു കാര്യം ഒരാൾക്ക് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ $16 എന്ന കണക്കിൽ നിങ്ങൾക്ക് സമ്പാദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 1 മണിക്കൂർ നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രയത്നത്തിന് 1000 രൂപയിലധികമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതും വളരെ പ്രോംപ്റ്റായുള്ള പേയ്മെൻ്റ് ആണ്. ഈ ആഴ്ചയിൽ നിങ്ങൾ ചെയ്യുന്ന ക്ലാസ്സിന് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിന് അടുത്ത ആഴ്ചയിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നു. വിശദമായ എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ പേര് ട്യൂട്ടർമി എന്നാണ്. അപ്പോൾ ട്യൂട്ടർമി എന്ന വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മളുടെ കഴിവിനനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നേരത്തെ ചെക്ക് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക മാത്രമല്ല, ഒരു 1-on-1 ട്യൂഷനാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇൻ്റർനാഷണൽ ലെവലിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തുള്ള ഒരു കുട്ടിക്ക് നിങ്ങൾ ഇവിടെ ഇരുന്ന് ട്യൂഷൻ എടുക്കാൻ പോവുകയാണ്. ആ ട്യൂഷൻ എടുക്കുന്നതിൻ്റെ പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആ ട്യൂഷൻ എടുക്കുന്ന ഒരു ട്യൂട്ടറായി സെലക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് കടമ്പകൾ നിങ്ങൾ കടക്കാറുണ്ട്. അപ്പോൾ അതിലൊരു പ്രത്യേക തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. ട്യൂട്ടർമിയിൽ നിങ്ങൾ നേരിട്ട് പോയി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യുക. എങ്ങനെയാണ് ഒരു ട്യൂട്ടറായി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അങ്ങനെ ട്യൂട്ടർമിയിൽ രജിസ്റ്റർ ചെയ്യുന്നു. ട്യൂട്ടർമിയിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ചെക്ക് ഇന്ത്യയിൽ നിങ്ങൾക്ക് അവർ കുറച്ച് ചോദ്യങ്ങൾ തന്നിരുന്നു. 10, 12, 15, 20 അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നിരുന്നു. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യുന്നതിനനുസരിച്ചാണ് നിങ്ങളെ അവർ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പ്ലാറ്റ്ഫോമിൽ അങ്ങനെയല്ല. ചെക്ക് ഇന്ത്യയിലുള്ളതിൽ നിന്ന് മറിച്ച് ഏകദേശം സബ്ജക്റ്റുകളിലെ നിങ്ങളുടെ എക്സ്പെർട്ടൈസ് നിങ്ങൾക്ക് വെയിറ്റ് കാശാക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താണ് എക്സ്പെർട്ടൈസ്? നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് സെക്ഷൻസ് എടുക്കാം, അല്ലെങ്കിൽ മെഡിസിൻ എടുക്കാം, നഴ്സിംഗ് എടുക്കാം, അതല്ലെങ്കിൽ ഹിസ്റ്ററി, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ഫോറിൻ ലാംഗ്വേജ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ്, നിങ്ങൾക്ക് സംഗീതം അറിയാമെങ്കിൽ അത് എന്ന് വേണ്ട, നമുക്ക് ചുറ്റും കാണുന്ന ഏത് വിഷയത്തിലും നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആണെങ്കിൽ ആ വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു ട്യൂട്ടറായി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിലൊരു മിനിമം ക്വാളിഫിക്കേഷൻ വേണം. ദാറ്റ് ഈസ് എ ഗ്രാജുവേഷൻ. ഒരു ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ എക്സ്പെർട്ടൈസ്, എത്ര വർഷം നിങ്ങൾ ടീച്ചിങ് ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ഉണ്ട്. നിങ്ങളൊരു കാരണവശാലും നിങ്ങളൊരു ജോലി ഒരു ഓഫീസിൽ ചെയ്യണമെന്നൊന്നും അവർ പറയുന്നില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്യൂഷൻ എടുത്തുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ ആ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്ക് ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ എക്സ്പെർട്ടൈസ് എത്ര വർഷമാണെന്ന് നിങ്ങൾ അതിൽ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഏത് വിഷയമാണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു വിഷയം മാത്രമല്ല, അപ് ടു 3 വിഷയം നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം നിങ്ങളുടെ എക്സ്പെർട്ടൈസ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നിങ്ങളോട് ചോദ്യം ചോദിച്ച് നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്നതിലുപരിയായി നാളെ നിങ്ങളൊരു സാറായിട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായും ഒരു ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുള്ള ആളായിരിക്കണം. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ 3 എക്സ്പെർട്ടൈസ് സബ്ജക്ട്സ് എടുക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ എക്സ്പെർട്ടൈസ് ഉള്ള 3 സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യും.
എന്നിട്ട് ഓരോ സബ്ജക്റ്റിൽ നിന്നും നിങ്ങളായി ഒരു ചോദ്യം ഉണ്ടാക്കി അതിൻ്റെ ഉത്തരം പറയാൻ പറയും. അപ്പം നിങ്ങൾ ആ സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾ ഏത് ചോദ്യമാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്, അപ്പം നിങ്ങളുടെ ഒരു ട്യൂട്ടറായിട്ടുള്ള ഒരു എക്സ്പെർട്ടൈസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. പിന്നെ അതിൽ ആ ചോദ്യത്തിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഉത്തരം അത് എത്രത്തോളം അത് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് നോക്കും. അപ്പോൾ ഈ പോർട്ടലിൻ്റെ ഓഫീസിലിരിക്കുന്ന കുറേ എക്സ്പേർട്ടുകൾ ഈ ചോദ്യവും ഉത്തരവും കമ്പയർ ചെയ്തിട്ട് ഓക്കെ ഇത് നല്ലതാണ്, ഈ ഒരു വിഷയത്തിൽ ഇത് ഒരു മാനേജ്മെൻറ്റാണ് നിങ്ങൾ സബ്ജക്റ്റ് എടുക്കുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്നത് വാട്ട് ഈസ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ചോദ്യമായിരിക്കും. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണെന്ന് പലർക്കും പല പെർസെപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ രീതിയിൽ മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യാം. അപ്പം അതുപോലെ മാനേജ്മെൻറ്റ് ഡെഫിനിഷൻ ഇപ്പോൾ നിലവിലുള്ള ഡെഫിനിഷൻ കൊടുക്കണം. പിന്നെ നിങ്ങളുടെ രീതിയിൽ ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓക്കെ കുഴപ്പമില്ല, ഇവന് കാര്യങ്ങൾ അറിയാം എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ 3 സബ്ജക്റ്റിൽ നിങ്ങൾ അതുപോലെ ഓരോ ചോദ്യവും ഓരോ ഉത്തരവും കൊടുക്കണം. അത് അവർ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ അതിന് എലിജിബിൾ ആണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ നിങ്ങൾക്കൊരു മെയിൽ അയക്കും. ഓക്കെ, യു ആർ സെലക്റ്റഡ്. അപ്പം നിങ്ങൾ സെലക്റ്റഡ് ആണ്. ഇനി ഒരു പർട്ടിക്കുലർ ഡേറ്റ് മുതൽ നിങ്ങൾക്കുള്ള ട്യൂഷൻ ആക്ടിവിറ്റീസിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ അയച്ചു തരുമെന്ന് പറയും. അതുപോലെ തന്നെ ഒരു വൈറ്റ് ബോർഡ് പോലെ നിങ്ങൾക്കൊരു സിസ്റ്റം വേണം വീട്ടിൽ. മൊബൈൽ ഫോൺ വഴി ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിനെ നമ്മൾ 1-to-1 ആയിട്ടാണ് ട്യൂഷൻ കൊടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ പ്രസൻറ്റേഷൻ യൂസ് ചെയ്യും, ചിലപ്പോൾ നിങ്ങളൊരു വൈറ്റ് ബോർഡ് യൂസ് ചെയ്യും. വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള ബോർഡല്ല, നമ്മളുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഒരു വൈറ്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് അത് അവരുടെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട് വൈറ്റ് ബോർഡ്. ചിലപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കണം. മാത്തമാറ്റിക്സ് ആണെങ്കിൽ ഒരു കാൽക്കുലേറ്റർ വെച്ച് അത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം, അതിൻ്റെ വഴി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ എങ്ങനെയാണോ നമ്മളുടെ മുമ്പിൽ ഒരു 1-to-1 ടീച്ചർ ഇരിക്കുന്നത്, നേരിട്ട് ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അത്തരത്തിൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പം നിങ്ങളുടെ ഓരോ മണിക്കൂറിനും കമ്പനി പേ ചെയ്യുന്നത് $16 വീതമാണ്. അതിന് ഇനിയൊരു കാര്യം കൂടിയുണ്ട്. കമ്പനി കൂടുതൽ പൈസ കമ്പനി വാങ്ങിക്കും, പക്ഷെ നമുക്ക് തരുന്നത് $16 അത്തരത്തിൽ ഒരുപാട് കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഈ പോർട്ടലിനെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു പ്രത്യേകത. അതുമാത്രമല്ല, ഇത്തരത്തിൽ നമ്മുടെ എക്സ്പെർട്ടൈസ് എന്തുമായിക്കോട്ടെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു സംഗീതം ആണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നതെങ്കിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് വേണമെങ്കിൽ നമുക്ക് ഇതിലൂടെ പഠിപ്പിച്ചു കൊടുക്കാം. അതുപോലെ ഇനിയൊരു കാര്യം, നിങ്ങളുടെ ഒരു ചെറിയ സെഷൻ മിനിമം 5 മിനിറ്റ് ആയിരിക്കണം. ഇപ്പം നിങ്ങളോടൊരു കുട്ടിയുടെ സംശയം ചോദിക്കുന്നു, 2 മിനിറ്റ്സ് നിങ്ങൾ അതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, ആ 2 മിനിറ്റ്സ് എലിജിബിൾ ആയിട്ടുള്ള ഒരു സെഷനായിട്ട് അവർ കണക്കാക്കൂല. മിനിമം 5 മിനിറ്റുള്ള ഒരു സെഷന്. അത്തരത്തിൽ എത്ര മിനിറ്റുകളാണോ നമ്മൾ ഒരു തിങ്കളാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ കണ്ടക്ട് ചെയ്യുന്നത്, അത്രയും സെഷനുകളുടെ സമയം കൂട്ടിച്ചേർത്തിട്ട് അത്രയും മിനിറ്റിനെ അവർ മണിക്കൂറാക്കി മാറ്റിക്കൊണ്ട് 1 മണിക്കൂറിന് $16 വെച്ച് അതിൻ്റെ അടുത്ത വ്യാഴാഴ്ചയാണ് നമുക്ക് പൈസ തരിക. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് പൈസ തരിക? നമ്മളൊരു റെമ്യൂണറേഷൻ എലിജിബിൾ ആയാൽ കമ്പനി നമുക്കൊരു മെയിലേക്കും, ആ മെയിലിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും, അതായത് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അത് ബാങ്ക് അക്കൗണ്ട് അല്ല, പേപ്പാൽ അക്കൗണ്ട്. നിങ്ങൾക്കറിയാം പേപ്പാൽ ഒരു ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പം പേപ്പാൽ അക്കൗണ്ട് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. ഡോളറിലാണ് പേയ്മെൻറ്റ് കിട്ടുക. അപ്പം നിങ്ങളൊരു ഉദാഹരണം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം നിങ്ങളിപ്പോൾ ഒരു ട്രെയിനറാണെന്ന് തന്നെ വിചാരിക്കുക. നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയറിനെ പറ്റി നല്ല നോളജ് ഉണ്ട്. ക്യാൻ ബി പൈത്തൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ പറ്റി നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ട്രെയിനിങ് റിക്വസ്റ്റുകൾ ഈ പോർട്ടലിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് പൈത്തൺ. അപ്പോൾ ഈ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ പൈത്തൺ ട്രെയിനിങ്ങിന് പോവുകയാണ്. ട്രെയിനിങ് കൊടുക്കുമ്പം നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ഓഫീസിൽ പോവുകയാണെങ്കിൽ ഒരാഴ്ചയിൽ 40 മണിക്കൂറാണ് നിങ്ങൾ ജോലി ചെയ്യുക എന്ന് വിചാരിച്ചോളൂ. 40 മണിക്കൂർ എന്ന് വെച്ചാൽ 5 ദിവസം 8 മണിക്കൂർ വീതം. ഇവിടെ നിങ്ങൾ 5 ദിവസം 8 മണിക്കൂർ വീതം ജോലി ചെയ്യാൻ നിങ്ങൾ റെഡി ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ 40 മണിക്കൂറായി. ഒരു മാസത്തേക്ക് ഈ പറയുന്ന രീതിയിൽ $16 വെച്ച് കിട്ടുകയാണെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഏകദേശം 1.25 ലക്ഷം രൂപയോളം ശമ്പളം കിട്ടും. അപ്പം നിങ്ങളൊരു എക്സ്പേർട്ട് പൈത്തൺ പ്രോഗ്രാമറോ അല്ലെങ്കിൽ ട്രെയിനറോ ആണെങ്കിൽ നിങ്ങൾ വാങ്ങാൻ പോകുന്നത് 1.5 ലക്ഷം രൂപയിൽ കുറയാത്ത ഒരു തുകയായിരിക്കും. കാരണം അത്രമാത്രം ഡിമാൻഡുള്ള ഒരു കാര്യമാണത്. അതുപോലെ നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ നിന്നാണെങ്കിലും മറ്റ് ഫോറിൻ ലാംഗ്വേജുകൾ പഠിക്കാനുള്ള റിക്വസ്റ്റ് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ചില ആൾക്കാർ, നിങ്ങൾ പലർക്കും ചിലപ്പോൾ ജാപ്പാനീസ്, ഫ്രഞ്ച് അത്തരത്തിലുള്ള ഭാഷകളിൽ നിങ്ങൾ എക്സ്പെർട്ട് ആയിരിക്കും. അത്തരത്തിലുള്ള ഭാഷകളിൽ നിങ്ങൾ എക്സ്പെർട്ട് ആണെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇനി നിങ്ങളുടെ സ്പെയർ ടൈമിലാണ് നിങ്ങൾ മറ്റെവിടെയെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ. ദിവസം 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ നിങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് നിങ്ങൾ ദിവസം 1 മണിക്കൂർ വെച്ച് ചെയ്യുന്നു, ഒരു മാസം 30 ദിവസം 25 മണിക്കൂർ നിങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 25 മണിക്കൂറിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് തീരെ മോശമല്ലാത്തൊരു തുക $400 ആണ്. $400 എന്ന് വെച്ചാൽ 30,000 നിങ്ങൾക്ക് വെറുതെ കിട്ടും. അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാം എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ പ്ലാറ്റ്ഫോമിൽ ഒരു ട്യൂട്ടറായി കയറി കൂടുക എന്നത് അത്ര ഈസിയായുള്ള കാര്യമല്ല.
ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക, വീണ്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ട് ഒരിക്കൽ നിങ്ങൾ അതിൽ സെലക്ട് ആയില്ലെങ്കിൽ, നിങ്ങൾ സെലക്റ്റഡ് അല്ല എന്നൊരു മെയിൽ വരും. വീണ്ടും നിങ്ങൾക്ക് ആ ഒരു ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞ് എത്ര ദിവസമാണോ അവർ പറയുന്ന സമയം, ആ ഡ്യൂറേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരിക്കൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾ ഒരു കോർപ്പറേറ്റിൽ ജോലി ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്കൊരു വൻ തുക അല്ലെങ്കിൽ ഒരു നല്ല ശമ്പളം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ല ഓൺലൈൻ ജോബ് തന്നെയാണിത്. പക്ഷേ ഒരേ ഒരു കാര്യം, ഒരു ഗ്രാജുവേഷൻ മാൻഡേറ്ററി ആണ്. അതിൽ താഴെയുള്ളവർ ഇപ്പോഴത്തേക്ക് ദയവേദി ക്ഷമിക്കണം. കാരണം ഗ്രാജുവേഷൻ ഇല്ലാതെ നമുക്ക് ഈ ജോലിയിൽ കയറിക്കൂടാൻ പറ്റുന്നതല്ല. എന്താണെങ്കിലും എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യുക എന്ന് ഞാൻ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ശ്രദ്ധയോടുകൂടി നോക്കുക. ഏത് തരത്തിലാണ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നും അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിങ് കോളംസ് ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് ഞാൻ ഒരിക്കൽ ചെയ്തു, ഞാൻ സെലക്ട് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് നോക്കാം, അത് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു ബ്രൗസർ എടുക്കുക. ബ്രൗസറിൽ നമ്മൾ tutorme.com/apply എന്നടിക്കുക. എന്താ വെച്ചാൽ tutorme.com നമ്മൾ നേരിട്ട് പോയാൽ അവിടെ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും. പക്ഷേ അത് നമ്മൾ സാധാരണഗതിയിൽ അവിടെ കിട്ടുന്ന രജിസ്ട്രേഷൻ ഒരു സ്റ്റുഡൻറ്റ് അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ tutorme.com/apply എന്ന് കൊടുത്തിട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു സ്ഥലത്ത് എത്തുക. നോക്കൂ, ഡു യു എൻജോയ് ടീച്ചിങ്, വാണ്ട് എ ഫ്ലെക്സിബിൾ വേ ടു മേക്ക് എക്സ്ട്രാ ക്യാഷ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ജോയിൻ അവർ കമ്മ്യൂണിറ്റി ഓഫ് ട്യൂട്ടേഴ്സ്, അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് പൈസ കിട്ടുന്നത് വെച്ചാൽ മേക്ക് എക്സ്ട്രാ മണി, ഏൺ $16 per hour. $16 നമുക്കൊരു മണിക്കൂറിൽ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷെഡ്യൂൾ നമുക്ക് എടുക്കാം. സൂപ്പർ കൺവീനിയൻ്റ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അതാണ് അവരുടെ സ്ട്രാറ്റജി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അപ്ലൈ നൗ എന്നുള്ളത് കൊടുക്കുക. അപ്ലൈ നൗ കൊടുക്കുമ്പോൾ കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് എന്ന് നമുക്കൊരു ഓപ്ഷൻ കിട്ടും. അപ്പം നമ്മൾ ഫേസ്ബുക്ക് വഴി നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ നേരത്തെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ച് നമ്മളതിനെ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടിന്യൂ ആസ് ജെനി സ്റ്റോക്സ്, ഞാൻ എൻ്റെ ജെനി സ്റ്റോക്സ് എന്ന് പറയുന്ന അതിൻ്റെ അക്കൗണ്ടാണ് ഞാൻ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഓൾറെഡി ഞാൻ എൻ്റെ ഒരു അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്തിട്ട് ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാനൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോയതിൽ. നോക്കൂ, എൻ്റെ പേര് കൊടുക്കുന്നു, പേര് കൊടുത്തു, എൻ്റെ ഇമെയിൽ ID കൊടുത്തു. പിന്നെ ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന്, വേർ ആർ യു ഇൻ ലൈഫ്, ഞാൻ ജോലി ചെയ്യുകയാണോ അതോ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ ഇനി താഴെയുള്ള ക്ലാസ്സുകളിലാണോ പഠിക്കുന്നതെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഞാൻ ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞു. എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തു. പിന്നെ ഞാൻ നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നോക്കൂ, അടുത്ത ട്യൂട്ടർ പ്രൊഫൈലിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഹെഡ്ലൈൻ കൊടുക്കണം. ഇപ്പോൾ ഹെഡ്ലൈൻ കൊടുക്കുക എന്ന് വെച്ചാൽ എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇനി എന്ത് ജോബിലാണെന്ന് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് എ ട്രെയിനർ, നോക്കിക്കോ, ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇത് നോക്കിക്കോ, എ ട്രെയിനർ വിത്ത് 11+ years of experience in most of the programming languages. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ ഞാൻ കൊടുത്തത് എ ട്രെയിനർ വിത്ത് 11+ years of experience in most of the programming languages എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് എനിക്ക് കുറേ സോഫ്റ്റ്വെയർ ഒക്കെ അറിയാമെന്ന്. പിന്നെ ആണാണോ പെണ്ണാണോ എന്ന് കൊടുക്കണം. പിന്നെ എബൌട്ട്, അപ്പോൾ എന്താണ് ഞാൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ എന്നെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഞാനിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിത്ത് വെരി ഗുഡ് hands-on experience in programming അത് കഴിഞ്ഞിട്ട് അത് എന്തിലൊക്കെയാണെന്ന് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുക. അങ്ങനെ നോക്കിക്കോ, Java, .NET, പൈത്തൺ, അങ്ങനെ എനിക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഞാനിവിടെ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഇവിടെ ടീച്ചിങ് എക്സ്പീരിയൻസ്, എനിക്ക് എന്തെങ്കിലും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് അവർ ചോദിച്ചു കഴിയുമ്പോൾ അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോവാണ്, ലാസ്റ്റ് 6 years I am working as a software trainer. ഞാൻ ലാസ്റ്റ് 6 വർഷം സോഫ്റ്റ്വെയർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് എഴുതുന്നു. അപ്പോൾ വർക്ക് ടൈറ്റിൽ എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ എഴുതുന്നത് സീനിയർ
ട്രെയിനിങ് മാനേജർ. ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാണ്. ഇപ്പം ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ കമ്പനീൻ്റെ പേര് എഴുതുകയാണ്. ഒരു കമ്പനീൻ്റെ പേര് എഴുതി ഞാൻ എന്നാണ് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഞാനിവിടെ പറഞ്ഞു 11 വർഷമായിട്ട് ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യാമെന്ന്. അപ്പോൾ 11 വർഷത്തിന് കണക്കാക്കിയിട്ട് ഞാനിവിടെ ഒരു വർഷം കൊടുക്കുന്നതാ 2010 തൊട്ട് കറൻ്റ്ലി 2010 തൊട്ട് ഇപ്പോൾ വരെ ഞാനിവിടെ വർക്ക് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ടെങ്കിൽ നമുക്കിവിടെ പറയാം, ഒന്നും ഇല്ലെങ്കിൽ ഒന്നും വേണ്ട. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പോവാണ്. സെർച്ച് യൂണിവേഴ്സിറ്റി. അപ്പം ഞാനിവിടെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടിക്കുകയാണ്. കണ്ടില്ല, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി. അപ്പം എന്താണ് ഞാൻ പഠിച്ചത്? അപ്പം കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് കൊടുത്തു. ഡിഗ്രി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം മാസ്റ്റേഴ്സ് ഡിഗ്രി. അപ്പോൾ ഏത് വർഷത്തിലാണ് എൻറോൾ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 2007 എന്ന് കൊടുക്കും. 2007 എന്നാണ് നിങ്ങൾ പാസ് ഔട്ടായത് 2010 കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് അതിൻ്റെ താഴേക്കുള്ളത് കൊടുക്കണമെങ്കിൽ, അതായത് താഴേക്കുള്ള നമ്മൾ ബാച്ചിലർ ഡിഗ്രിയൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, അതായത് കമ്പ്യൂട്ടർ സയൻസ് ആണോ അല്ലെങ്കിൽ നോക്കൂ എഞ്ചിനീയറിംഗ് ആണോ, എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമ്മൾ എക്സ്പെർട്ടൈസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് C++ പ്രോഗ്രാമിംഗ്, പിന്നെ ജാവ പ്രോഗ്രാമിംഗ്, പിന്നെ PHP. അപ്പോൾ എനിക്കറിയുന്നത് നമുക്കിവിടെ പൈത്തൺ, പിന്നെ അങ്ങനെ ഈ കാണുന്ന കാര്യങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് അറിയുന്ന എന്തൊക്കെയാണോ കാര്യങ്ങൾ, ഇപ്പോൾ ഞാനിപ്പോൾ കമ്പ്യൂട്ടറിനെ പറ്റി ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ ഹിസ്റ്ററി എടുക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഏതൊക്കെ ടോപ്പ് 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പ് 3 സബ്ജക്റ്റ് ഏതൊക്കെയാണെന്നാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ടോപ്പ് 1 പൈത്തൺ കൊടുത്തു, രണ്ടാമത്തത് C++ കൊടുത്തു, മൂന്നാമത്തത് ജാവ കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇനിയാണ് തമാശ. അപ്പം ഇനിയത്തെ തമാശ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഈ C++ൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ജാവ ചോദിക്കും, പിന്നെ മൂന്നാമത്തത് പൈത്തൺ, അങ്ങനെ 3 എണ്ണം ചോദിക്കും. അപ്പം നമ്മളോട് ഈ 3ലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കണം. ആ ക്വസ്റ്റ്യന് നമ്മൾ ആൻസറും ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ചോദിച്ചു, നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ചോദിക്കും, അത് നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ മൂന്നാമത്തെ ചോദിക്കും. അപ്പോൾ 3നും നമ്മൾ ക്വസ്റ്റ്യനും ഉണ്ടാക്കി ആൻസറും ഉണ്ടാക്കി ഇവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ സബ്മിറ്റ് ആയി കഴിയും. സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ ആ ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ഓക്കെ ആണ് അല്ലെങ്കിൽ ആ അനലൈസ് ചെയ്ത കാര്യങ്ങൾ ഓക്കെ ആണ്, നമ്മളുടെ ആൻസർ കറക്റ്റ് ആണെന്ന് അവർക്ക് തോന്നിയാൽ അവർ നമുക്ക് മെയിൽ അയക്കും, നമുക്ക് മെസ്സേജും വരും. ഓക്കെ, യു ഹാവ് ബീൻ സെലക്റ്റഡ് ആസ് എ ട്യൂട്ടർ. അപ്പം നമ്മൾ ട്യൂട്ടറായിട്ട് സെലക്ട് ആയി. പിന്നെ നമുക്ക് അവർ ഡേറ്റ് തരും. ആ ഡേറ്റിൽ നമുക്ക് അവരുടെ ട്രെയിനിങ് കിട്ടും. പിന്നെ അവരുടെ തന്നെ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ വൈറ്റ് ബോർഡ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. അവർ നമ്മൾക്ക് തരുന്ന സമയത്ത് നമുക്ക് വരുന്ന കുട്ടികളുടെ ട്യൂഷൻ അല്ലെങ്കിൽ നമുക്കൊരു ട്യൂട്ടർ ആയിക്കൊണ്ട് നമുക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അവരുടെ പ്ലാറ്റ്ഫോമിലൂടെ കയറിയിട്ട് ഈ സിസ്റ്റത്തിലൂടെ ഇവരുടെ സിസ്റ്റത്തിലെ അക്കൗണ്ടിലൂടെ ആ ഒരു ട്യൂട്ടർ അക്കൗണ്ടിലൂടെ കയറുന്നത് കൊണ്ട് തന്നെ എത്ര സമയം നമ്മൾ ആ കുട്ടീനെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള അക്കൗണ്ട്സൊക്കെ ആ ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോർ ആവുകയും ആ അക്കൗണ്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് ആ ക്യുമുലേറ്റീവ് ടൈമിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരാഴ്ച തീരുന്നത് ഞായറാഴ്ച തുടങ്ങിയിട്ട് സാറ്റർഡേയിലാണ് തീരുക. അപ്പോൾ ആ സാറ്റർഡേ തീരുന്ന ആഴ്ചേൻ്റെ പൈസ അടുത്ത വ്യാഴാഴ്ചയാണ് നമ്മുടെ പേപ്പാൽ അക്കൗണ്ടിലേക്ക് കിട്ടുക. ഓരോ ആഴ്ചയിലത്തെയും പൈസ ഒരു 4 ദിവസം കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പൈസ വരുന്നതിനും കുഴപ്പമൊന്നുമില്ല. പേപ്പാൽ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. ആ പേപ്പാൽ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. നിങ്ങൾ ഓരോരുത്തരും കയറി ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കേണ്ടത് tutorme.com/apply എന്ന് തന്നെ കൊടുക്കണം. വെറുതെ ട്യൂട്ടർമെയിൽ കയറിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതൊരു സ്റ്റുഡൻ്റായിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഒരു ട്യൂട്ടറായിട്ടാണ്. അപ്പോൾ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിനനുസരിച്ച് നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു നല്ല ജോലി തന്നെ ഇതിലൂടെ സമ്പാദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ടു സ്ക്രീൻ റെക്കോർഡിംഗ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും അതിലൊന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കുക. ചെക്ക് ഇന്ത്യയിൽ നിങ്ങൾ എനിക്ക് തന്നതുപോലുള്ള റെസ്പോൺസ് ഇതിന് താഴെ നിങ്ങൾ തരുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ ഒരുപാട് പേർ ഗെറ്റ് സെലക്റ്റഡ് ആവണം. അതുപോലെ നിങ്ങൾ ഒരുപാട് പേർ ഒരുപാട് പണം സമ്പാദിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിലൂടെ സമ്പാദിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം.
ഈ തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫോർവേഡ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ് കയറട്ടെ, എല്ലാവരും ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കട്ടെ അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ ബൈ.